RSSന്റെ സഹായം ആവശ്യമായിരുന്ന കാലഘട്ടം കഴിഞ്ഞെന്നും BJP ഇപ്പോൾ സ്വന്തം നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുവെന്നും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ മൂന്നാം തവണയും BJP അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നു കഴിഞ്ഞു. ശിവസേനയെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞതുപോലെ RSSനോടും കാണിക്കാനാണ് പദ്ധതിയെന്നും അക്കാര്യം സൂചിപ്പിക്കുന്നതാണ് നദ്ദയുടെ വാക്കുകൾ എന്നതാണ് ഉദ്ധവ് പറയുന്നത്. BJP തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് സ്വന്തം പ്രവർത്തകരുടെ ശക്തിയിലാണെന്ന് നദ്ദയുടെ വാക്കുകൾ നൽകുന്ന സൂചന എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് BJP പ്രവർത്തകർക്കാണെന്നും പതിറ്റാണ്ടുകളായി കഠിനാധ്വാനം ചെയ്തും തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ സജീവമായി സഹായിച്ചും BJPയുടെ വിജയത്തിന് സഹായിക്കുന്ന RSS പ്രവർത്തകർക്കല്ലെന്നും നദ്ദയുടെ വാക്കുകളിൽ നിന്നും വായിക്കാൻ പറ്റുന്നുണ്ട്. 1925 സെപ്റ്റംബർ 27 വിജയദശമി ദിനത്തിൽ ഡോക്ടർ കേശവ് ബാലിറാം ഹെഗ്ഡേവാറാണ് RSS സ്ഥാപിച്ചത്. സംഘം ക്രമേണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറി. 1951 ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. ജനസംഘം പിന്നീട് 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP ആയി മാറി. RSS BJP ബന്ധത്തെക്കുറിച്ച് 2024 പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പല സൂചനകളും നൽകുമെന്നതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രധാനമന്ത്രി വളരെ ജനപ്രിയനാണെങ്കിലും മോദി തരംഗം ഇത്തവണ ഇല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെയാണ് RSSന്റെ സംഘടനാ സംവിധാനം പ്രധാനമാവുന്നത്. പ്രത്യേകിച്ചും ഇത്തവണ നിസ്സംഗരായ ആളുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്നത് BJPക്ക് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളിയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും RSSും തമ്മിൽ മണ്ഡലതല ഏകോപന സംവിധാനം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ UPയിലടക്കം RSS പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമല്ല എന്നത് ദി പ്രിന്റ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. BJP പരമ്പരാഗതമായി ശക്തവും ബൂത്ത് തലം വരെ മികച്ച സംഘടനാ സംവിധാനം ഉള്ളതുമായ സംസ്ഥാനങ്ങളിലെ, അതായത് UP, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇത്തവണ അതിനിർണായകമായിരിക്കും. RSSന്റെ തണലിൽ നിന്നും BJP സ്വന്തം നിലയിൽ നിന്നും വളർന്നോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം സൂചനകൾ നൽകും. RSSന്റെ സഹായമില്ലാതെ BJPക്ക് നിലനിൽപ്പുണ്ടോ എന്ന് കാലം തെളിയിക്കും എന്നതാണ് വിദഗ്ധരുടെ നിരീക്ഷണം.